നമസ്കാരം. ഇന്നത്തെ കഥ കല്ലൂർ നമ്പൂതിരിപ്പാടന്മാരെ കുറിച്ചാവട്ടെ. ആരായിരുന്നു കല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ? നമുക്ക് ഈ കഥയൊന്ന് കേട്ടുനോക്കാം. ശ്രീ പരശുരാമൻ കേരളത്തിന്റെ രക്ഷയ്ക്കായി അഷ്ടവൈദ്യന്മാരെ നിയമിച്ചതുപോലെ 6 മാന്ത്രിക കുടുംബക്കാരെയും നിയമിച്ചു. അവരിൽ 3 കുടുംബക്കാർ സന്മന്ത്രവാദികളും ബാക്കി വരുന്നവർ ദുർമന്ത്രവാദികളുമായിരുന്നു. സന്മന്ത്രവാദികളിൽ ഒരു കുടുംബക്കാരാണ് കല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ. അവർ ദുർമന്ത്രവാദങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. കല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ വലിയ മന്ത്രവാദികളായി തീർന്നതിന് പല കാരണങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അവയിൽ ഒരു കഥ കേൾക്കാം. കല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ സകുടുംബം വള്ളുവനാട് താലൂക്കിൽ പട്ടാമ്പി പള്ളിപ്പുറം വംശം ദേശത്ത് ചെങ്ങണംകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന കാലത്ത് അവിടെ നിന്ന് കുമാരസ്വാമി എന്ന ഒരു നമ്പൂതിരിപ്പാട് തൃശ്ശിവപേരൂർ ചെന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഭജനം തുടങ്ങി. ഭജനം വളരെ നിഷ്ഠയോടുകൂടിയാണ് നടത്തിയിരുന്നത്. 2 നേരവും നട തുറക്കുമ്പോഴേക്ക് കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തും. പിന്നെ നടയടയ്ക്കുന്നതുവരെ ജപിച്ചുകൊണ്ടും ഈശ്വര ധ്യാനം ചെയ്തുകൊണ്ടും മണ്ഡപത്തിൽ തന്നെ ഇരിക്കും. അങ്ങനെയായിരുന്നു പതിവ്. ഇടയ്ക്ക് സന്ധ്യാവന്ദനത്തിന് സമയമാകുമ്പോൾ അതിനു മാത്രമേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും അവിടെ തന്നെ വന്നിരിക്കും. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം സ്വല്പം ഭക്ഷണം കഴിക്കും. പിന്നെ ജലപാനം പോലും പതിവില്ലായിരുന്നു. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം വൈകുന്നേരം നമ്പൂതിരിപ്പാട് ഈശ്വരധ്യാനത്തോടു കൂടിയിരുന്നപ്പോൾ ക്ഷേത്രത്തിൽ അത്താഴപൂജയും മറ്റും കഴിഞ്ഞ സമയത്ത് അദ്ദേഹം അതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം ധ്യാനത്തിൽ നിന്നുണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ക്ഷേത്രത്തിൽ ശാന്തിക്കാർ മുതലായവരാരും ഇല്ലായിരുന്നു. നട അടച്ചിരിക്കുന്നതായും കണ്ടു. ഇനി എന്താണ് വേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ എവിടെ നിന്നോ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു വീണു. അതെടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നെയും വിചാരമഗ്നനായി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കുളിക്കാൻ പോകാനുള്ള നേരമായതിനാൽ അദ്ദേഹം കുളിക്കാൻ പോയി. ശാന്തിക്കാർ കുളിച്ചു വന്ന് നട തുറന്നപ്പോഴേക്കും നമ്പൂതിരിപ്പാടും കുളിയും മറ്റും കഴിഞ്ഞ് പതിവ് പോലെ മണ്ഡപത്തിലെത്തി. അദ്ദേഹം പിന്നെയും നിഷ്ഠയോടുകൂടി ഭജിച്ചുകൊണ്ട് യഥാപൂർവം അവിടെ തന്നെ താമസിച്ചു. പിന്നെയും ഏതാനും കൊല്ലങ്ങൾ കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം പാർവതി പരമേശ്വരന്മാർ നമ്പൂതിരിപ്പാട്ടിലെ മുമ്പിൽ പ്രത്യക്ഷീഭവിക്കുകയും ഭഗവാൻ അദ്ദേഹത്തോട് ഇനി ഭജനം മതിയാക്കി ഇല്ലത്തേക്ക് പോകാം. ഇവിടെ കിട്ടിയിട്ടുള്ള ഗ്രന്ഥം ഞാൻ ഇട്ടു തന്നതാണ്. അത് നോക്കി അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്തുകൊണ്ടാൽ സർവവും സഫലമാകും. ആ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുള്ള വിധിപ്രകാരം ഭഗവതി സേവ കഴിച്ചുകൊണ്ടാൽ സകല കാര്യങ്ങളും സാധിക്കും. സാധാരണമായിട്ടുള്ള ഭഗവതി സേവയേക്കാൾ കുറച്ചുകൂടി വിസ്തരിച്ചാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ വിധിപ്രകാരം കഴിക്കുന്ന ഭഗവതി സേവയുടെ പേര് വലിയ ഭഗവതി സേവ എന്നാക്കിക്കൊള്ളണം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതൊന്നിനും യാതൊരു വ്യത്യാസവും വരുന്നതല്ല. ഞങ്ങൾ 2 പേരും വേണ്ടതുപോലെ പ്രസാദിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തിട്ട് ഭഗവാൻ ദേവിയോടുകൂടി അപ്പോൾ തന്നെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഉടനെ നമ്പൂതിരിപ്പാട് പാർവതി പരമേശ്വരന്മാർ മറഞ്ഞ ആ ദിക്കു നോക്കി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അദ്ദേഹത്തിന് അപ്പോഴുണ്ടായ സന്തോഷാത്ഭുത പാരവശ്യം എത്രമാത്രമെന്നും ഏത് പ്രകാരമെന്നും പറയാൻ പ്രയാസം. നമ്പൂതിരിപ്പാട് ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടിയതിൻ്റെ ശേഷം പിറ്റേ ദിവസം കാലത്ത് കുളിയും സന്ധ്യാവന്ദനാദികളും കഴിച്ച് അവിടെ ശ്രീമൂലസ്ഥാനം മുതൽ വേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വന്ദനവും ദർശനവും കഴിച്ചിട്ട് മനക്കിലേക്ക് പോയി. കല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ വലിയ മന്ത്രവാദികളായി തീർന്നത് ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതിയുടെയും പ്രസാദം കൊണ്ടും ഭഗവാന്റെ ഉപദേശപ്രകാരമുള്ള വലിയ ഭഗവതി സേവ കൊണ്ടും ഭഗവാൻ പ്രസാദിച്ചു കൊടുത്ത ഗ്രന്ഥം മൂലവുമാണ്. പിന്നീട് ഈ നമ്പൂതിരിപ്പാട് ഇല്ലത്ത് ഒരു ഏർപ്പാട് നിശ്ചയിച്ചു. അതെങ്ങനെയെന്നാൽ കല്ലൂർ മനക്കിലുണ്ടാകുന്ന പുരുഷന്മാരെല്ലാവരും സമാവർത്തനം കഴിഞ്ഞാൽ ഉടനെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒരു സംവത്സര ഭജനം നടത്തണമെന്നും അത് കഴിഞ്ഞിട്ടല്ലാതെ മന്ത്രവാദം ചെയ്ത് തുടങ്ങരുതെന്നുമാണ്. ഈ കുമാരസ്വാമി നമ്പൂതിരിപ്പാട് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ സംവത്സര ഭജനം കഴിഞ്ഞ് മനക്കൽ മടങ്ങിയെത്തിയിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം കാശി രാമേശ്വരം മുതലായ പുണ്യസ്ഥലങ്ങളിൽ പോയി ഗംഗാസ്നാനം സേതുസ്നാനം മുതലായവയും കൂടി നിർവഹിച്ചു. അദ്ദേഹം രാമേശ്വരത്ത് നിന്ന് മടങ്ങി വരും വഴി തിരുവനന്തപുരത്തെത്തി. മഹാരാജ സന്നിധിയിൽ ചെന്ന് മുഖം കാണിക്കുകയും ചെയ്തു. അന്ന് തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ്. അക്കാലത്ത് 8 വീട്ടു പിള്ളമാരുടെ പരേതാത്മാക്കളുടെയും അവർ സേവിച്ചിരുന്ന ഉഗ്രമൂർത്തികളുടെയും ഒരു ഉപദ്രവം നേരിട്ടിരുന്നതിനാൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അതിനാൽ തിരുവിതാംകൂർ മഹാരാജാവ് കുമാരസ്വാമിയോട് ആ ഉപദ്രവം ഇല്ലാതാക്കി തരാൻ പറയുന്നു. സന്തോഷത്തോടെ കുമാരസ്വാമി ആ ദൗത്യം ഏറ്റെടുക്കുകയും ഓലയും എഴുത്താണിയും ഉപയോഗിച്ചുള്ള മാന്ത്രിക വിദ്യ കൊണ്ട്
ആ ദുർമൂർത്തികളുടെ ഉപദ്രവം ഇല്ലാതാക്കുകയും പാരിതോഷികമായി കുമാരസ്വാമിക്ക് വീരശൃംഖല മുതലായ അനേക സമ്മാനങ്ങൾ രാജാവ് നൽകുകയും ചെയ്തു.